ജനമനസ്സിലമരണിവനാ വരും നാം പാടവൻ തോക്കിൻ മുനത്തുമ്പിൽ തോൽക്കാത്തവൻ ഒന്നാകെ ചേരും സമരം നെടുനായകൻ രണധീരനായി അടരാടുവാൻ പടയാളിയായി തൊഴിലാളിതൻ ചങ്ങാതിയായി ജനമനസ്സിലമരണിവനാ തീയിൽ തളിർത്ത് വരും നാം പാടവൻ തോക്കിൻ മുനത്തുമ്പിൽ തോൽക്കാത്തവൻ സകലമാലോക ഒന്നാകെ ചേരും നീലേ പിന്നോരം പാറുന്നു ഈ ചെങ്കൊടി സഹനം സമരം കനൽ ജ്വാല തെളിയുന്ന വഴികൾ പറയും നായകൻ നീ രുതിരം പടരും പുന്നപ്രവയലാറിൻ കണ്ടായി കരളായി നിറയുന്നു നീ നെടുനായകൻ രണധീരനായി അടരാടുവാൻ പടയാളിയായി തൊഴിലാളിതൻ ചങ്ങാതിയായി ജനമനസ്സിലമരണിവനാ തീയിൽ തളിർത്ത് വരും നാം പാടവൻ തോക്കിൻ മുനത്തുമ്പിൽ തോൽക്കാത്തവൻ എത്തുകയാണ്. അതിനായുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിലാപയാത്ര ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേലിക്കകത്ത് വീട്ടിലെ ജനസഞ്ചയത്തെ ആ ഒരു മനുഷ്യ സുനാമിയെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ആദരം ഏറ്റുവാങ്ങി അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി VS മടങ്ങി വരികയാണ്. ഇത് VSന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കുള്ള അവസാന വരവാണ്. ആകാശ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം അവിടെയും ഒരു ജനസാഗരം മാറി മറിയുന്ന കാലാവസ്ഥയിലും മഴ പെയ്യുമ്പോഴും ഒട്ടും തന്നെ പിന്നോട്ട് പോകാതെ അണമുറിയാതെ ആ മനുഷ്യസാഗരം അദ്ദേഹത്തിനൊപ്പം ഒഴുകി വരികയാണ്. ഇതുപോലെയായിരുന്നു VS. ഒരു ചെങ്കടലായി എല്ലാ മനസ്സുകളിലും തിരമാലകളായി അടിച്ചു കയറിയിട്ടുണ്ട് VS എന്ന് വ്യക്തമാക്കുകയാണ്. പുന്നപ്രയുടെ പൊന്നരിവാളാണ്, പുന്നപ്രയുടെ പൊന്നരിവാൾ ഓർമ്മയാണ് VS എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു വരവാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഇപ്പോൾ VS എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആകാശ ദൃശ്യങ്ങളിൽ കാണാം VSന്റെ വിലാപയാത്രാ വാഹനം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് തിരുവമ്പാടിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നേതാക്കളെല്ലാവരും കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട VSന് അഭിവാദ്യം അർപ്പിക്കാൻ. കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശന സമയം കൃത്യമായി ക്രമീകരിച്ചായിരിക്കും നടപ്പാക്കുക. റിക്രിയേഷൻ ക്ലബിലെ പൊതുദർശനത്തിലായിരിക്കും പൊതുജനങ്ങൾക്കടക്കം അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഇനി അവസരമുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടെ നിയന്ത്രിതമായ പൊതുദർശനമാണ് ഇപ്പോൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. പാർട്ടി നേതാക്കളും പ്രവർത്തകരും മാത്രമായിരിക്കും ഇവിടെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുക. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കാത്തു നിൽക്കുകയാണ് ഞങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട VSനെ അദ്ദേഹത്തിന് അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനായി. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ അവരിങ്ങനെ വന്ന് കാത്തു നിൽക്കുകയാണ് മണിക്കൂറുകളായി. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ
നിശ്ചയിച്ചിരുന്ന സമയവും കഴിഞ്ഞ് ഒരുപാട് കടന്നു പോയിരിക്കുന്നു. ഇന്നലെ മുതൽ ഇത് തന്നെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ല പിന്നിടാൻ പാതിരാവാകുന്ന VSന്റെ യാത്ര, അത് തലസ്ഥാനം അദ്ദേഹത്തോട് വിട ചൊല്ലാനുള്ള സമയം മുഖ്യമാണ്. ഇപ്പോൾ മഴ പെയ്യുമ്പോഴും മഴയ്ക്കിടയിലും കുടചൂടിയെത്തുന്ന പതിനായിരങ്ങൾ, അവർക്കെല്ലാം കാണേണ്ടത് VSനെയാണ്, അവരുടെ പ്രിയപ്പെട്ട VSനെയാണ്. ആ VSന് നെഞ്ചുപൊട്ടിയുള്ള യാത്രയേപ്പാണ് അവർ നൽകുന്നത്. അവരുടെ നെഞ്ചുപൊട്ടുന്ന ആ ഒരു ശബ്ദമാണ് ഇടറി വീഴുന്ന വാക്കുകളിലൂടെ, മുദ്രാവാക്യങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട VS അങ്ങ് മരണമില്ലാത്തൊരു പോരാളിയായി മാറുകയാണ്. ഇനിയും 100 ഹൃദയങ്ങളിൽ ഒരു ചെമ്പനീർപ്പൂവായി അങ്ങ് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ എന്നവർ വിളിക്കുന്നത് വെറും ഒരു മുദ്രാവാക്യമല്ല, അത് VSനുള്ള അവരുടെ അഭിവാദ്യമാണ്. VS ഒരു സ്നേഹ ഓർമ്മയായി മാറുകയാണ്. എല്ലാ മനുഷ്യരിലേക്കും അത് തൻ്റെ സന്ദേശം എന്താണ്, താൻ വിശ്വസിച്ച നിലപാടെന്താണ്, അല്ലെങ്കിൽ താൻ കൈക്കൊണ്ട എന്താണ്, താൻ കൊണ്ടുവന്ന ആശയം എന്തുകൊണ്ടാണ് തനിക്ക് ചില വേറിട്ട വഴികളിലൂടെ നടക്കേണ്ടി വന്നത്, അതെല്ലാം പാഠങ്ങളായി അവശേഷിപ്പിക്കുകയാണ് VS. ഇപ്പോൾ പാർട്ടി ഓഫീസിലേക്ക് എത്തുകയാണ്. കുമ്മപ്പാടിയിലെ പാർട്ടി ഓഫീസിന്റെ ഉൾവശം നമുക്ക് കാണാം. വോളണ്ടിയേഴ്സ് എല്ലാം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. പാർട്ടി ഓഫീസ് അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. സൂചി കുത്താൻ ഇടമില്ലാത്തവണ്ണം ഇതിനുള്ളിൽ പ്രവർത്തകരെ കൊണ്ട്, നേതാക്കളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ VSന്റെ അന്ത്യവിശ്രമത്തിനായുള്ള ഒരുക്കങ്ങളാണ് പുറത്തും കാണുന്നത്. തിരുവമ്പാടി ജംഗ്ഷൻ മുതൽ തന്നെ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അവസാനമായി VSനെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി ഓഫീസിന്റെ ഗേറ്റിന് പുറത്തും മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. കടത്തിവിടുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ അത് സംഘാടകർക്ക് അവർ പലതവണ ആവശ്യപ്പെടേണ്ടി വരികയാണ്. ഇത്രയധികം ആളുകൾ വന്ന് പാർട്ടി ഓഫീസിന്റെ മുന്നിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു വാഹനത്തിന് പോലും കടന്നു വരാൻ കഴിയാത്തവണ്ണം അത്രയധികം മനുഷ്യർ നമ്മൾ കണ്ടതാണ്. തിരകൾ ഉയർന്നു വരുന്നത് അതുപോലെയാണ്.